പ്രവർത്തകരെ ആക്രമിച്ച് തോൽപ്പിക്കാമെന്ന വ്യാമോഹം ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടെന്ന് പയ്യന്നൂർ മണ്ഡലം നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 6 പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിധിയെ മാനിക്കുകയാണ് CPM വേണ്ടതെന്നും അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ അക്രമ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഭവങ്ങളെല്ലാം ഏകപക്ഷീയമായ അക്രമ സംഭവങ്ങളാണ്. ഒരു സംഘർഷം എവിടെയും ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ നീതി നിർവഹണ വിഭാഗവുമെല്ലാം സമാധാന യോഗങ്ങളെല്ലാം നടത്തിയെങ്കിലും പൂർണ്ണമായി അക്രമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടില്ല. അക്രമം അവസാനിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നിലവിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഭരണകൂടം സന്നദ്ധമാകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 22 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പയ്യന്നൂർ മണ്ഡലത്തിൽ. അതിൽ ഒരു FIRൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും പോലീസ് സന്നദ്ധായത്. ബാക്കി 21 കേസിലും ഇന്നേ വരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ സന്നദ്ധമായിട്ടില്ല. ഇത് ഈ ഏകപക്ഷീയമായി അക്രമം സംഘടിപ്പിക്കുന്നവർക്ക് പരോക്ഷമായി പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ്. വിളിച്ച യോഗങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു, ഇത് അവസാനിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ പോലീസ് കർശനമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഭരണത്തിന്റെ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് ഞങ്ങൾ അന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. പോളിംഗ് ദിവസം ഒരു സംഭവവും പയ്യന്നൂർ മണ്ഡലത്തിൽ ഉണ്ടായില്ല. പക്ഷെ അന്ന് രാത്രി വീടാക്രമിച്ചു, കാറ് കത്തിച്ചു, പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിലാ വീടാക്രമിച്ച സംഭവത്തിന്റെ മേലെ മാത്രമാണ് ആളുകളെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോ വോട്ടെണ്ണലാണ്. സ്വാഭാവികമായും ജനങ്ങൾ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ഏതാണ്ട് ഒരു മാസം മുമ്പ് വോട്ട് ചെയ്തതാണ്. അത് എണ്ണാൻ ഇത്രയും താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജയിച്ചാൽ ആഹ്ലാദം പ്രകടിപ്പിക്കുക എന്നത് ജയിച്ചവരെല്ലാ കാലത്തും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ ഒരു അസഹിഷ്ണുത കാണിക്കൊള്ളുന്ന ഒരു പ്രശ്നം ഇല്ലല്ലോ. പ്രകടനത്തിന് നേരെ ബൈക്ക് ഓടിച്ചു കയറ്റുക എന്നത് ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ. ഇവിടെ കക്കറ ചേപ്പാത്തോട് പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ആളെ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധമാകുന്നു. ഒരു ചെറിയ 17 വയസ്സുള്ള പയ്യനെയാണ് മൃഗീയമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു നില ചേപ്പാത്തോടുണ്ടായിരുന്നു. പൊതുവെ പയ്യന്നൂരിൽ ശാന്തത കൈവരിക്കാൻ ഒട്ടേറെ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ വോട്ടെണ്ണുന്നതിന് തലേ ദിവസം ഇന്നലെയാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സമ്മേളനം ലോകമറിയപ്പെടുന്ന ഗാന്ധിയൻ രാജഗോപാൽ സാറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനു മുമ്പ് ഗാന്ധി പാർക്കിൽ
ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് പരിപാടി നടന്നിരുന്നു. അപ്പൊ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഒരു പക്ഷം ശ്രമിക്കുമ്പോൾ അത് തടയാൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ വ്യാപിപ്പിക്കാൻ ഇടയാക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഈ അക്രമം നടത്തിയ ആളുകൾക്കെതിരെ കർശനമായ നടപടി ഭരണത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. പോലീസും അതിനനുസരിച്ച് മാറാൻ സന്നദ്ധമാകും എന്ന കാര്യത്തിലും സംശയമുണ്ടാകേണ്ട കാര്യമില്ല. ഏതായാലും ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സമാധാനം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി അഭ്യർത്ഥിക്കുക. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.